ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ടു മൈ ഷോറിൻ്റെ 12ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് എൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ടാകുന്നത്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഷുലാങ് ആ ഒരു റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഫാൻഷിയാവ അവൻ്റെ കാല് പിടിച്ച് പറയുന്നുണ്ട്, നിനക്ക് മാത്രമേ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ, പ്ലീസ് എനിക്ക് ഒരൊറ്റ ചാൻസും കൂടെ താ, എന്നെ ഇട്ടിട്ട് പോവല്ലേ, നിനക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റുന്നതെന്ന്. ആ ടൈമിന് ഷുലാങ്, നീയാണെങ്കിൽ ഇത്രയും മോശം പരിപാടികൾ ചെയ്തതല്ലേ, ഇനി ഞാൻ നിന്നെ തിരിഞ്ഞു പോലും നോക്കുമെന്ന് വിചാരിക്കണ്ട, നീ എന്തൊക്കെ ചെയ്താലും തന്നെ എൻ്റെ മനസ്സ് മാറാൻ പോകുന്നില്ല എന്ന രീതിയിൽ അവൻ തിരിച്ച് സംസാരിക്കുന്നുണ്ട്. ഫാൻഷിയാവ അപ്പോൾ ഐ എം സോറി, എനിക്കറിയാം എൻ്റെ ഭാഗത്താണ് തെറ്റുള്ളതെന്ന്. ഫസ്റ്റ് നിന്നെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നീയാണെങ്കിൽ കൈൻഡായിട്ടുള്ള ഒരാളാണെന്ന് അഭിനയിക്കുന്നതാണെന്നാണ്. കാരണം എൻ്റെ ഒരു ധാരണയിൽ എല്ലാ മനുഷ്യരും സെൽഫിഷാണ്, ആരും തന്നെ കൈൻഡ്നെസ് കാണിക്കുന്നൊരു വ്യക്തിയല്ല. പക്ഷെ നിന്നെ കണ്ടപ്പോൾ നീയാണെങ്കിൽ ഭയങ്കര കൈൻഡായിട്ട് എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്ന ഒരാളായിരുന്നു. അത് നിൻ്റെ അഭിനയമാണ്. ആ ഒരു അഭിനയത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരണമെന്ന് കരുതിയിട്ടാണ് ഫസ്റ്റ് നീയുമായിട്ട് ഞാൻ ഒന്ന് ഇൻട്രാക്റ്റ് ആയിട്ട് നീയുമായിട്ടൊന്ന് കളിച്ചു തുടങ്ങിയത്. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി നീ ശരിക്കും കൈൻഡായിട്ടുള്ള ഒരാളാണെന്നും അതൊന്നും നിൻ്റെ അഭിനയമല്ലാന്നും അതിൻ്റെ ഇടയിൽ തന്നെ നിന്നെ താഴത്തേക്ക് എത്തിക്കണമെന്നും നശിപ്പിക്കണമെന്നും വരെ ഞാൻ ആഗ്രഹിച്ചു പോയി. അങ്ങനെയാണ് നിന്നെ ഇഷ്ടമാണെന്നും പറഞ്ഞിട്ട് നിൻ്റെ കൂടെ തന്നെ ഞാൻ ജോയിൻ ചെയ്തത്. പക്ഷേ പിന്നീട് ശരിക്കും ഞാൻ നീയുമായിട്ട് ഇഷ്ടത്തിലായിപ്പോയി. എനിക്ക് നീ ഇല്ലാതെ പറ്റത്തില്ല, എനിക്കറിയാം ഞാൻ ചെയ്ത മൊത്തം തെറ്റാണെന്ന്, പക്ഷേ എനിക്ക് ഒരു ചാൻസ് താ പ്ലീസ്, ഞാനാണെങ്കിൽ ഇനി ഇങ്ങനെയും ചെയ്യത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇത്രയും കേട്ടപ്പോൾ തന്നെ ഷുലാങ്ങിൻ്റെ മൈൻഡ് സെറ്റ് മൊത്തത്തിൽ മാറിയിട്ടുണ്ടായിരുന്നു. ഷുലാങ് ഫാൻഷിയാവരുടെ അടുത്ത്, ഞാൻ ഇത്തിരി കൈൻഡ്നെസ് കാണിച്ചു എന്നൊരൊറ്റ പേരിലാണ് നീ എൻ്റെ അടുത്ത് ഇത്രയും ചെയ്തെങ്കിൽ ഇനി അങ്ങനെ ഒരു സംഭവം നീ എൻ്റെ പ്രതീക്ഷിക്കേ വേണ്ടെന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല നിന്നെ ഞാൻ തിരിഞ്ഞു പോലും നോക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഷുലാങ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ നിൽക്കുന്നുണ്ട്. ഇറങ്ങിപ്പോകുന്ന ടൈമിന് ഷുലാങ് പറയുന്നുണ്ട്, നിൻ്റെ ലൈഫ് നന്നാക്കാനോ നിന്നെ ജീവിക്കാനോ നിൻ്റെ മുന്നോട്ട് കൊണ്ടുപോകാനോ വന്നൊരു വ്യക്തിയല്ല ഞാൻ, നീ വിചാരിക്കുന്ന പോലെ നിൻ്റെ ഒരു ബോധിസാത്വയല്ല ഞാനെന്നിങ്ങനെ പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഇറങ്ങി പോകുമ്പോൾ തന്നെ ആ ഒരു ദേഷ്യത്തിൻ്റെ പേരിൽ ഉടനെ തന്നെ ഷുലാങ് ഫാൻഷിയാവയുടെ രണ്ടാമത്തെ ചേട്ടനെ കോൾ ചെയ്യാണ്. മുൻപത്തെ ഒരു എപ്പിസോഡിൽ ഷുലാങ്ങും ഫാൻഷിയാവയും ബ്രേക്കപ്പ് ആയതിനു ശേഷം ഇതറിഞ്ഞിട്ട് ഫാൻഷിയാവയുടെ ചേട്ടനാണെങ്കിൽ ഫാൻഷിയാവിനെ നശിപ്പിക്കാനായിട്ട് ഷുലാങ്ങുമായിട്ട് ജോയിൻ ചെയ്യാനും ഫാൻഷിയാവോ കുറേ മോശം കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു പെൻ ഡ്രൈവ് കൊടുത്തിട്ട് അത് ലീക്ക് ചെയ്യാനുള്ള കുറച്ച് പരിപാടികളൊക്കെ ഒപ്പിച്ചായിരുന്നു. പക്ഷേ അന്ന് ഷുലാങ് താൻ അങ്ങനെ ചെയ്യത്തില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചെയ്താൽ മതി എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് പോയത്. എന്നാൽ ഇപ്പോഴത്തെ ആ ഒരു ദേഷ്യത്തിൽ ഉടനെ തന്നെ അവൻ്റെ ചേട്ടനെ കോൾ ചെയ്തിട്ട് ആ ഒരു പെൻ ഡ്രൈവ് നിങ്ങൾ എനിക്ക് തരാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. പിന്നീട് ഫാൻഷിയാവയുടെ വർക്കും കാര്യങ്ങളെല്ലാം തന്നെ നോർമലായിട്ട് മുന്നോട്ട് നടക്കുന്നുണ്ട്. എന്നാൽ ഷുലാങ് ഫാൻഷിയാവരുടെ അടുത്ത് സംസാരിക്കുന്നുമില്ല. അത് മാത്രമല്ല ഫാൻഷിയാവ് വർക്ക് കഴിഞ്ഞ് തിരിച്ചു വരുന്ന നേരം കൊണ്ട് ഷുലാങ് അവൻ്റെ റൂമിൻ്റെ അകത്ത് കയറി ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒരു ദിവസം ഫാൻഷിയാവ് വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ വർക്കിൻ്റെ കാര്യങ്ങളെല്ലാം ഫോൺ വഴി സംസാരിച്ച് ഫുഡ് റെഡിയാക്കാണ്. ഫുഡ് റെഡിയായി കഴിയുമ്പോഴത്തേക്കും കഴിക്കാനായി ഷുലാങ്ങിനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ വന്നിരിക്കുമ്പോഴത്തേക്കും ഷുലാങ്ങിന് ഫുഡ് സെർവ് ചെയ്യുന്നുണ്ട്. അതെന്തോ സൂപ്പായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് കഴിക്കാനായിട്ട് ഷുലാങ് ആ ഒരു പാത്രം എടുക്കുന്നതും ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ ആ ഒരു പാത്രം അവൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടാണ്. എന്നാൽ അതേ ടൈമിന് ആ ഒരു സൂപ്പെല്ലാം തന്നെ അവൻ്റെ മടിയിലേക്ക് വീണിട്ടുണ്ടായിരുന്നു. ആ ഒരു സൂപ്പ് അവൻ്റെ പാൻറ്റിൽ ഏത് ഭാഗത്താണ് വീണത് ആ ഒരു ഏരിയ മൊത്തം പെട്ടെന്ന് തന്നെ ഫാൻഷിയാവോ സിസേഴ്സ് കൊണ്ട് കട്ട് ചെയ്ത് കളയാണ്, കാരണം കൂടുതൽ പൊള്ളാതിരിക്കാനായിട്ട്. എന്നാൽ കട്ട് ചെയ്ത് നോക്കുമ്പോൾ തന്നെ കാലിൽ ആ ഒരു ഏരിയ മൊത്തം നന്നായിട്ട് ചുമന്നിട്ടുണ്ടായിരുന്നു, പൊള്ളിയിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഫാൻഷിയാവോ ഷുലാങ്ങിനെ വിളിച്ചുകൊണ്ട് പോകാനേ നിൽക്കുന്നുണ്ട്. എന്നാൽ ഷുലാങ് കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്, എനിക്ക് പ്രശ്നമില്ല, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ കൂടെ പോകാനായിട്ട് സമ്മതിക്കുന്നില്ല. റൂമിലേക്ക് കയറി പോവാണ്. അതുകൊണ്ടിട്ട് ഫാൻഷിയാവോ ഞാൻ പോയി ഓയിൻമെൻറ്റ് വാങ്ങിച്ചിട്ടാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കടയിലേക്ക് പോകുന്നുണ്ട്. ഈ നേരം കൊണ്ട് ഷുലാങ് പോയിട്ട് അവൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരുന്നുണ്ട്. ആ ടൈമിന് ഫാൻഷിയാവ് തിരിച്ചു വരാത്തതുകൊണ്ട് തന്നെ ഷുലാങ് ആ നേരം നോക്കിയിട്ട് ഫാൻഷിയാവയുടെ ലാപ്ടോപ്പ് ചെക്ക് ചെയ്യാനായി തുടങ്ങുന്നുണ്ട്. എന്നാൽ പാസ്വേഡ് അറിയാത്തതുകൊണ്ട് തന്നെ അവനത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം തന്നെ ഫാൻഷിയാവ് തിരിച്ചു വരുന്നുണ്ട്. ഷുലാങ് ഒന്നും സംഭവിക്കാത്ത പോലെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ കയറിയിരിക്കുകയാണ്. ഫാൻഷിയാവ് വന്നിട്ട് ഞാൻ ആ ഒരു ഓയിൻമെൻറ്റ് അപ്ലൈ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഓയിൻമെൻറ്റ് എടുക്കുന്നുണ്ട്. എന്നാൽ ഷുലാങ് ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് അതും വാങ്ങിച്ചുകൊണ്ട് പോവാണ്. പിന്നീട് കാണിക്കുന്നത് ഷുലാങ് പുറത്തേക്ക് പോകാനായിട്ട് കുറച്ച് കഴിഞ്ഞ് ഇറങ്ങുന്നുണ്ട്. ആ ടൈമിൽ ഫാൻഷിയാവ് വന്നിട്ട് നീ എങ്ങോട്ട് പോകാണെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. ഷുലാങ് ആ സമയം പറയുന്നുണ്ട്, നിനക്കാണെങ്കിൽ എപ്പോഴും എന്നെ ഫോളോ ചെയ്ത് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ, അതുകൊണ്ട് നീ തന്നെ വന്ന് കണ്ടുപിടിക്കാനായിട്ട് പറയുന്നുണ്ട്. ഫാൻഷിയാവോ അപ്പോൾ മറുപടി പറയുന്നുണ്ട്, എന്നെ നിൻ്റെ കൂടെ നിർത്തിയേക്കാം എന്നിങ്ങനെ സമ്മതിക്കുവാണെങ്കിൽ ഒരിക്കലും ഞാൻ നിന്നെ ഫോളോ ചെയ്തോ നിൻ്റെ കാര്യത്തിൽ ഇടപെടാനോ ഒന്നും തന്നെ വരത്തില്ല എന്ന് പറയുന്നുണ്ട്. ഷുലാങ് സമയം എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം നീ എന്നെ വിട്ടു പോകുന്നില്ല എന്നുള്ളതാണെന്ന് പറഞ്ഞിട്ട് അവനും പുറത്തേക്ക് പോകുന്നുണ്ട്. ഷുലാങ് നേരെ ഷിനിനെ മീറ്റ് ചെയ്യാനാണ് പോകുന്നത്. ഇപ്പോൾ ഷിനിനോട് ഒരു ഹെൽപ്പ് ചോദിക്കാനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നേരത്തെ തന്നെ ഷിന്നുമായിട്ട് സംസാരിക്കുന്ന കഴിഞ്ഞ എപ്പിസോഡിലെ സീൻ കാണിച്ചപ്പോൾ ഷിന്നാണെങ്കിൽ ഫാൻഷിയാവ് ചെയ്ത കുറച്ച് കാര്യങ്ങളുടെ വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് അവനെ നമുക്ക് ഒരുമിച്ച് കൊടുക്കാം, എന്നിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഷുലാങ് ആണെങ്കിൽ എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് എഴുന്നേറ്റ് പോയതാണ്. ഇപ്പോൾ ഷിന്നിന് ഈ കമ്പ്യൂട്ടർ വർക്കെല്ലാം ചെയ്യാൻ അറിയാമെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊക്കെ നിനക്ക് ചെയ്യാൻ അറിയാമോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള പരിപാടി തന്നെ അതാണ്, പക്ഷേ എൻ്റെ പാരൻസ് എന്നെ ഈ ഒരു പൊസിഷനിൽ കൊണ്ടിട്ടതുകൊണ്ട് എനിക്ക് ആ വർക്കൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ നിനക്കാണെങ്കിൽ ഏത് സംഭവത്തിൽ ആ കമ്പ്യൂട്ടർ CCTV കാര്യങ്ങൾ വേണമെങ്കിലും ഹാക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് വയ്ക്കുമ്പോഴത്തേക്കും അത് ഒരു സെക്യൂരിറ്റി സിസ്റ്റത്തിൻ്റെ ലെവൽ അനുസരിച്ചിരിക്കും എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ഒരു പെൻ ഡ്രൈവ് കൊടുത്തിട്ട് ഈ പെൻ ഡ്രൈവിലെ കാര്യങ്ങൾ ഒന്ന് മോഡിഫൈ ചെയ്തതിനൊക്കെ എടുക്കാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഷിന്ന് അവൻ്റെ ലാപ്ടോപ്പ് വെച്ച് ട്രൈ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇത് സിമ്പിളാണ്, ഇത് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ ഷുലാങ് താങ്ക് യു സോ മച്ച് എന്നെ ഹെൽപ്പ് ചെയ്യുന്നതിന്, പിന്നെ അതിന് പകരമായിട്ട് ഞാൻ നിനക്ക് എന്താ ചെയ്തു തരേണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഷിന്നിന് എന്താണ് പറയേണ്ടതെന്ന്
കാണുമെന്ന് അറിയത്തില്ല, മുമ്പത്തെ എപ്പിസോഡിൽ ഷിലാങ് സ്വന്തമായിട്ട് അവനെ കാറിൽ വെച്ച് ഇങ്ങനെ ടച്ച് ചെയ്തതും അതിൻ്റെ വീഡിയോ എല്ലാം തന്നെ ഫാൻഷോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു വീഡിയോയുടെ കാര്യങ്ങളെല്ലാം തന്നെ ഓൾറെഡി ഷിന്നിന് അറിയാമായിരുന്നു. അത് മനസ്സിലാക്കിയിട്ട് ഷിലാങ് നീയും എൻ്റെ ആ ഒരു വീഡിയോ കണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഷിന്ന ടൈമിന് ഞാൻ ഒന്ന് സ്റ്റാർട്ടിങ് കണ്ടായിരുന്നു, പക്ഷേ ഞാനാണെങ്കിൽ മൊത്തത്തിലൊന്നും കണ്ടിട്ടില്ല. ഞാൻ എന്നോട് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഫിസിക്കൽ കോൺടാക്ട് സംഭവങ്ങളൊന്നും ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാൻ. ഒരിക്കലും ഞാൻ ആ ഒരു വീഡിയോ മൊത്തത്തിൽ കാണത്തില്ല. പിന്നെ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യുന്നതിന് പകരമായിട്ട് നീ എനിക്കൊന്നും തരണ്ട. പക്ഷേ ഞാൻ ഒരേ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാനാണെങ്കിൽ നിന്നെ ഇപ്പോഴും നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ നിൻ്റെ പുറകെ നടന്നോട്ടെ, എനിക്കൊരൊറ്റ ചാൻസ് തരാമെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈം ഷിലാങ് എനിക്കിപ്പോൾ ഡേറ്റ് ചെയ്യാൻ താല്പര്യമില്ല, ഐ എം സോറി എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്യാൻ റെഡിയാണ്, ഞാനിപ്പോഴും യങ്ങല്ലേ, എത്ര കാലം വേണമെങ്കിലും ഞാൻ വെയിറ്റ് ചെയ്തോളാം. പിന്നെ നീ ഇപ്പോൾ തന്നൊരു പെൻ ഡ്രൈവ് ഇതിലെ കാര്യങ്ങളെല്ലാം ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ഇതിനെ കൊണ്ട് തരാമെന്നും പറഞ്ഞിട്ട് ഷിന്ന അവിടെ നിന്ന് പോകുന്നുമുണ്ട്. ഷുലാങ്ങും അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് തുടങ്ങുമ്പോഴാണ് അവിടെ ഫാൻഷിയാവിടെ രണ്ടാമത്തെ ചേട്ടൻ ഷുലാങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അവിടെ തന്നെ ഒരു ടേബിളിൽ ഇരിക്കുന്നത് കാണുന്നത്. അങ്ങനെ ഷുലാങ് സംസാരിക്കാനായിട്ട് ചെന്നിരിക്കുന്നുണ്ട്. ആ ടൈമിന് എന്തായി, അവനെ ഒതുക്കാനുള്ള വല്ല പരിപാടിയും കിട്ടിയോ? ഞാൻ പറഞ്ഞല്ലേ സിമ്പിളായിട്ട് ചെയ്താൽ മതി, ഞാൻ തന്ന പെൻഡ്രൈവിലോട്ട് അവൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് ഇൻഫർമേഷൻസ് കയറ്റിയാൽ മതി, അത് നമ്മൾ ലീക്ക് ചെയ്യുന്നു, അവനെ കൊടുക്കുന്നു, അത്രേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ഷുലാങ് പറയുന്നുണ്ട് നമുക്കാണെങ്കിൽ വേറൊരു വഴി ട്രൈ ചെയ്താലോ, എളുപ്പത്തിൽ നടക്കണമെങ്കിൽ നിങ്ങൾ തന്നെ ആ എവിഡൻസ് എനിക്ക് കളക്ട് ചെയ്ത് കൊണ്ടുപോകാൻ, ഞാൻ തന്നെ അതിനെ എക്സ്പോസ് ചെയ്യാം, അതാകുമ്പോൾ നിങ്ങൾ കുടുങ്ങത്തില്ല, ഫാമിലിയിൽ പിന്നെ ഇഷ്യൂ ആവത്തില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ഫാൻഷിയുടെ ചേട്ടൻ അതൊരു നല്ല ഐഡിയ ആണെന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല എത്രയും പെട്ടെന്ന് അവൻ്റെ ആ ഒരു എവിഡൻസ് എല്ലാം തന്നെ കളക്ട് ചെയ്ത് കിട്ടണമെന്നും പറയുന്നുണ്ട്. ആ ടൈമിന് ഷിലാങ് നിങ്ങൾ എന്തിനാ ഇത്രയും തിടുക്കം കാണിക്കുന്നത്, ഇനി നിങ്ങളുടെ വല്ല രഹസ്യമായിട്ടുള്ള ഒരു ഡീറ്റെയിൽസും അതിൻ്റെ അകത്തുണ്ടോ, അതിനാണോ നിങ്ങൾ ഇത്രയും തിടുക്കം കാണിക്കുന്നത്, അതുകൊണ്ടാണോ അത് വേണോ നിങ്ങളിങ്ങനെ വാശി പിടിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അയാളപ്പോൾ ഒന്ന് പതറുന്നുണ്ട്. എന്നാൽ അയാൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല, എന്നെക്കുറിച്ച് എന്ത് ഹിഡൻ കാര്യങ്ങൾ വരാനാ, ഞാൻ ആ കമ്പനിയിൽ നേരെ ഒരു സ്ഥാനത്തിലിരുന്ന് വർക്ക് ചെയ്യുന്ന പോലും ഇല്ല എന്ന് പറയുന്നുണ്ട്. ഷുലാങ് അപ്പോൾ അല്ല നിങ്ങൾക്ക് എന്താണ് ഫാൻഷി അവരുടെ അടുത്തൊക്കെ ഇത്രയും ദേഷ്യമെന്ന് ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് അയാൾ പറയുന്നുണ്ട് ഞങ്ങൾ 3 സഹോദരന്മാർ, 3 സഹോദരന്മാർക്ക് 3 അമ്മമാരാണ്, അതിൽ മൂത്ത ചേട്ടൻ്റെ അമ്മയാണ് എൻ്റെ അച്ഛൻ്റെ വൈഫായിട്ടിരിക്കുന്നത്. ഫാൻഷി അവരുടെ അമ്മയാണെങ്കിൽ ഏറ്റവും ഫേവറേറ്റ് ആയിരുന്നു അച്ഛൻ്റെ, എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ യാതൊരു സ്ഥാനം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ജോലിയുടെ കാര്യം അല്ലെങ്കിൽ പവർ കിട്ടുന്ന കാര്യമൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ ഏറ്റവും പുറകിലാണ്, ഞാൻ ഇവന്മാരെയൊക്കെ ഒതുക്കിയാലേ എനിക്ക് എന്തെങ്കിലും സ്ഥാനം കിട്ടത്തുള്ളൂ, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഷുലാങ് പറയുന്നുണ്ട് ഞാൻ ഓൾറെഡി അവൻ്റെ കമ്പ്യൂട്ടർ നോക്കിയതാണ്, എന്ന പാസ്വേഡ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് അന്ന് ഡീറ്റെയിൽസ് ഒന്നും എടുക്കാനായിട്ട് പറ്റാത്തത്, ഞാൻ വീണ്ടും ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ട് പോകാനായി തുടങ്ങുന്നുണ്ട്. പോകുന്നതിന് മുമ്പായിട്ട് ഫാൻഷി അവിടെ ചേട്ടൻ പറയുന്നുണ്ട് നമുക്ക് ഫസ്റ്റ് പ്ലാൻ വർക്കായില്ലെങ്കിൽ അടുത്തൊരു പ്ലാൻ നോക്കാം, നമുക്ക് കൊണ്ടുവർക്കും ഒരുമിച്ച് സെറ്റായതുപോലെ ഫാൻഷി അവിടെ മുന്നിൽ പോയി നിൽക്കാം, അവൻ്റെ ദേഷ്യം വരുമ്പോഴത്തേക്കും അവൻ്റെ കൺട്രോൾ ഓട്ടോമാറ്റിക്കലി മാറിക്കോളും, അതുവഴി നമുക്ക് എന്തെങ്കിലും നേടാനായിട്ട് പറ്റുമെന്ന് പറയുന്നുണ്ട്. ഷുലാങ് അപ്പോൾ ഓക്കെ നമ്മൾ സെറ്റായതുപോലെയൊക്കെ നിൽക്കാനായിട്ട് ഞാൻ റെഡിയാണ്, പക്ഷേ ഞാൻ ടോപ്പാവും നീ ബോട്ടം ആവണമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ജസ്റ്റ് ഇങ്ങനെ അഭിനയിക്കുന്ന കാര്യമാണ് ഉദ്ദേശിച്ചതെന്ന് പറയുമ്പോഴത്തേക്ക് പറ്റാത്ത പണിക്ക് പോകരുത്, ഇല്ലെങ്കിൽ ഇനി പലതും അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ഷുലാങ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഷുലാങ് പോയി കഴിയുമ്പോൾ ഇവനെ കൊണ്ട് ആവശ്യം ഉണ്ടായിപ്പോയി, ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയും ചെയ്യാൻ നിൽക്കത്തില്ലായിരുന്നു, ഇവനെ ഡീൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ഫാൻഷിയുടെ ചേട്ടൻ സ്വയം പറയുന്നുണ്ട്. പക്ഷേ അയാളാണെങ്കിൽ വീണ്ടും പറയുന്നുണ്ട് കുറച്ച് സമയം പോയാൽ എന്താ, എനിക്ക് വേണ്ടത് കിട്ടിയില്ലേന്ന്. അപ്പോഴാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത്, ഇത്രയും നേരം ഷുലാങ് സംസാരിച്ചുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും ഇയാളുടെ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് നൈറ്റ് വർക്കിൻ്റെ നേരത്തെ ഡൗട്ട് ചോദിക്കാനായിട്ട് ഫാൻഷി ഷുലാങ്ങിൻ്റെ റൂമിലേക്ക് വരുന്നുണ്ട്. വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇതേപോലെ ഇപ്പോൾ 2 ഡ്രഗ്സ് ഉണ്ട്, അതാണെങ്കിൽ ഏത് പ്രോഡക്റ്റാണ് മാർക്കറ്റിലേക്ക് ഇറക്കേണ്ടതെന്ന് അറിയത്തില്ല, ഒരെണ്ണം നോർത്തേൺ ഹെർബ്സ് വെച്ചിട്ട് ചെയ്തേക്കുന്നതാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഒന്ന് ഹെൽപ്പ് ചെയ്യാനേ പറയുന്നുണ്ട്. ഫസ്റ്റ് ഷുലാങ് ഇതിനെക്കുറിച്ചെല്ലാം തന്നെ നിനക്കറിയാമല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും പക്ഷേ എനിക്ക് ഇതിൻ്റെ ഹെൽപ്പ് വേണമെന്നുണ്ട്, എനിക്ക് ശരിക്കും ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഷുലാങ് ഓക്കെ വന്നിരിക്കാനേ പറയുന്നുണ്ട്. അങ്ങനെ ഫാൻഷി കൊടുത്ത ഒരു ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഷുലാങ് നോക്കുന്ന ടൈമിന് അവിടെ സൈഡിൽ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ അത് കുടിക്കാൻ എടുക്കുമ്പോൾ അതിനകത്ത് വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഫാൻഷി ഞാൻ നിനക്ക് വെള്ളം വേറെ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഗ്ലാസ് കൊണ്ട് പോകാനേ നിൽക്കുന്നുണ്ട്. അത് തന്നെ പറ്റിയ അവസരം അവൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് ഇപ്പോൾ തന്നെ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റുമെന്ന് ഇങ്ങനെ മനസ്സിലായിട്ട് ഫാൻഷി അവനെ കുറച്ച് നേരം കൂടെ തടഞ്ഞു നിർത്താനായിട്ട് എനിക്ക് ഇനി ഇന്നലെ ഉണ്ടാക്കിയ ജ്യൂസ് കൊണ്ട് തരാമോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് ഇന്നലെ ഉണ്ടാക്കിയ ജ്യൂസ് ഇല്ല, ഞാൻ വീണ്ടും ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അങ്ങ് പോകുന്നുണ്ട്. ഇത് തന്നെ അവസരം എന്ന് കരുതി ഉടനെ തന്നെ ഫാൻഷിയുടെ രണ്ടാമത്തെ ചേട്ടൻ കൊടുത്ത ആ ഒരു പെൻഡ്രൈവ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ഒരു കോഡ് അടിക്കുമ്പോഴത്തേക്കും എല്ലാ ഡീറ്റെയിൽസും അതിലേക്ക് കയറുന്നുണ്ട്. അങ്ങനെ ഇവനാണെങ്കിൽ അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ കറക്റ്റ് ഫാൻഷിയാവ് അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. ഷുലാങ് പക്ഷേ ഒന്നും സംഭവിക്കാത്ത പോലെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. ഫാൻഷിയാവ് എന്ത് കാര്യത്തിലാണ് ഡൗട്ട് ചോദിച്ചത് അതെല്ലാം തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നുമില്ലെങ്കിൽ പൊക്കോ എനിക്ക് ഉറങ്ങണമെന്ന് പറഞ്ഞിട്ട് ഷുലാങ് ബെഡിലേക്ക് പോകാനായി തുടങ്ങുകയാണ്. ഫാൻഷിയാവ് ആ ടൈമിന് ഷുലാങ്ങിൻ്റെ അടുത്ത് നമുക്കിന്ന് നൈറ്റ് ഇൻറ്റിമേറ്റ് ആയാലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഷുലാങ് അപ്പോൾ അല്ല ഇപ്പോൾ എന്തിനാ എൻ്റെ അടുത്ത് പെർമിഷൻ ചോദിക്കുന്നതെന്ന് ഇങ്ങനെ അവനോട് ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ നിനക്ക് താല്പര്യമില്ലെങ്കിൽ എനിക്ക് ചെയ്യാനായിട്ട് താല്പര്യമില്ല, നിന്നെ ഫോഴ്സ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. ഷുലാങ് അപ്പോൾ മുമ്പ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, നിൻ്റെ ഇഷ്ടത്തിന് നീ എല്ലാം ചെയ്യുമായിരുന്നല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്കും ഫാൻഷിയാക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവനപ്പോൾ തന്നെ ഷുലാങ്ങിനെ കിസ് ചെയ്ത് ഇൻറ്റിമേറ്റ് അവനായിട്ട് തുടങ്ങുന്നുണ്ട്. ആ ടൈമിൽ ഷുലാങ്ങിന് ഫാൻഷിയാവും മുമ്പ് അവനെ പറ്റിച്ചതും അവൻ്റെ ഫ്രണ്ടായിട്ട് കൂടെ നിന്ന് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവനിട്ട് തന്നെ പണിയെടുത്തുകൊണ്ടിരുന്നതും ഒക്കെ തന്നെ ഓർക്കുന്നുണ്ട്.
പെട്ടെന്ന് ആ ഒരു ദേഷ്യത്തിൽ നിന്നെ മുന്നേ കൊല്ലേണ്ടായിരുന്നു, നിന്നെ കൊല്ലുമെന്ന് അവൻ പറയുന്നുണ്ട്. ആ ടൈമിൽ ഫാൻഷിയാവോ ഷുലാങ്ങിനോട് പറയുന്നുണ്ട്, നീയാണെങ്കിൽ ഞാനൊരു മോശക്കാരനാണെന്ന് കരുതിയിട്ട് എന്നെ കൊല്ലാനൊന്നും വരരുത്. കാരണം നീ ആഗ്രഹിക്കുന്ന എന്താണോ അതൊക്കെ ഉടനെ തന്നെ നടന്നു കിട്ടും. ഞാൻ കാരണം നീ തെറ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പോകരുതെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ ഷുലാങ് നീ എന്താ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഫാൻഷിയാവോ അതിനൊരു മറുപടി കൊടുക്കാതെ വീണ്ടും ഷുലാങ്ങിനെ കിസ് ചെയ്യാനായിട്ടൊക്കെ തുടങ്ങുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഷുലാങ് അടുത്ത ദിവസം അവൻ്റെ അമ്മയുടെ ആ ഒരു കലറ സംഭവങ്ങളൊക്കെ ഇപ്പോൾ എവിടെയാണുള്ളത് അവിടെ ഇങ്ങനെ കാണാനായിട്ട് പോകുന്നുണ്ട്. അവൻ്റെ അമ്മയുടെ അടുത്ത് കുറച്ച് നേരം ഇരുന്ന് അവൻ സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ അവൻ്റെ കുട്ടിക്കാലത്തെ കുറച്ച് കാര്യങ്ങൾ തന്നെ പറയുന്നുണ്ട്. അതായത് ഈ ഒരു അമ്മ അവൻ അഡോപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ അവനാണെങ്കിൽ ഒരു ഓർഫനേജിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ മറ്റൊരു ഫാമിലി ഇവനെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന കുട്ടികളിൽ ഇവനെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഇവനെ തന്നെ അവർ അഡോപ്റ്റ് ചെയ്തോട്ട് പോകുന്നുണ്ട്. എന്നാൽ പിന്നീട് ആ ഒരു ഫാമിലിയിൽ ആ ഒരു ലേഡി ആണെങ്കിൽ പ്രഗ്നൻ്റ് ആവുന്നുണ്ട്. അവർക്ക് കുട്ടികളൊന്നും ഇല്ലാതിരുന്നുകൊണ്ടായിരുന്നു ഇവനെ അഡോപ്റ്റ് ചെയ്തത്. എന്നാൽ ഇവനെ കൊണ്ട് ഒരു വർഷം ആവുന്നതിന് മുന്നേ തന്നെ ആ ഒരു ലേഡി പ്രഗ്നൻ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ലേഡി അവരുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് നമ്മുടെ കുഞ്ഞ് ഉടനെ വരുമല്ലോ, ഈ ചെക്കനെ നമുക്ക് ഒഴിവാക്കി കളയേണ്ടതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ ടൈമിന് ഹസ്ബൻഡ് ഞാനെന്ത് ചെയ്യാനാ, നമ്മളാണെങ്കിൽ അവൻ അഡോപ്റ്റ് ചെയ്തിട്ട് ഒരു വർഷം പോലും ആയില്ല, വീണ്ടും ഒരു ഓർഫനേജുകാരുടെ അടുത്ത് ഇവനെ തിരിച്ചു തരാണെന്ന് പോയി സംസാരിച്ച് കഴിഞ്ഞാൽ അത് സമ്മതിക്കുന്ന കാര്യമല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഓർഫനേജിലൊന്നും സമ്മതിക്കാൻ നിന്നില്ല, അവർ ഇവനെ അങ്ങ് ഒഴിവാക്കിയും കളയുമായിരുന്നു. അങ്ങനെ ഒറ്റപ്പെട്ട് ഒരു അനാഥ പയ്യനെ പോലെ നടക്കുന്ന ടൈമിനാണ് ഇവനെ ആ ഒരു അമ്മ കാണുന്നതും സ്വന്തം മകനായിട്ട് ഇന്ന് ദത്തെടുക്കുന്നതും. അങ്ങനെ ഇപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം ചിന്തിക്കുകയും അമ്മയായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഷുലാങ് പറയുന്നുണ്ട്, അമ്മേനെ ദത്തെടുക്കാൻ പാടില്ലായിരുന്നു, ഇല്ലായിരുന്നെങ്കിൽ അമ്മ മരിക്കത്തില്ലായിരുന്നു, ഇങ്ങനൊന്നും സംഭവിക്കത്തില്ലായിരുന്നു, അമ്മയും ചെന്നും ഹാപ്പി ആയിട്ട് തന്നെ ജീവിച്ചേനെ, ഐ എം സോറി അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ ലൈഫിലുള്ള വിഷമങ്ങളെല്ലാം പറഞ്ഞ് അവൻ കരയുന്നുണ്ട്. പിന്നീട് ഫാൻഷിയാവനെ കാണിക്കുമ്പോൾ ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന ഒരു ക്ലീനിങ് ലേഡിനെ വിളിച്ചിട്ട് അവനാണെങ്കിൽ ഒരു കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഷുലാങ് ഇപ്പോൾ വേറെ ഹോട്ടൽ റൂമിലോട്ട് താമസം മാറിയെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇപ്പോൾ ആ റൂമിലുള്ള ആളാണെങ്കിൽ നിങ്ങൾ ക്ലീനിങ്ങിന് പോകുമ്പോൾ എന്താണ് പറയുന്നതെന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ ക്ലീനിങ് ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞ് ആ ഡോർ തുറക്കാറില്ല എന്നൊക്കെ ആ ഒരു ലേഡി പിന്നെ പറയുന്നുണ്ട്. ആ സമയം തന്നെ അവിടെ കൂടെ അവരുടെ ഫ്രണ്ട് ഹൂവേ ഉണ്ടായിരുന്നു. ആ ഒരു ക്ലീനിങ് ലേഡി പോകുന്നതിന് മുന്നേ തന്നെ ഫാൻഷിയാവ ലേഡിയുടെ അടുത്ത് ആ ഒരു റൂമിന് ക്ലീൻ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും കുറച്ച് ഡെസേർട്ട്സും കൂടെ ആ ഒരാൾക്ക് കൊണ്ടു കൊടുക്കണം, ഒരുപാട് സ്വീറ്റ്നെസ് ഉള്ളത് വേണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. മുമ്പ് ഷുലാങ് ഫാൻഷിയാവരുടെ അടുത്ത് തനിക്ക് സ്വീറ്റ്സ് അത്ര ഇഷ്ടമല്ല, അത് കാരണം ഭയങ്കര മധുരമാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇപ്പോൾ സ്വീറ്റ്നെസ് കുറച്ചിട്ടുള്ള സ്വീറ്റ്സ് കൊണ്ടു കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ടത്. ആ ഒരു ലേഡി പോയി കുറച്ച് ടൈം കഴിയുമ്പോഴത്തേക്കും ഹുവയും അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നാൽ അല്പസമയം കഴിയുമ്പോഴത്തേക്കും ഷുലാങ് ഭയങ്കര ദേഷ്യത്തിൽ തന്നെ ഫാൻഷിയാവനെ മീറ്റ് ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഫസ്റ്റൊക്കെ ഫാൻഷിയുടെ അസിസ്റ്റൻറ്റ് ഫാൻഷിയാവ് സമ്മതിക്കാതെ കയറ്റിയിടാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഫാൻഷിയാവ് വന്നിട്ട് ഷുലാങ്ങിനെ നീ ഒരിക്കലും തടയില്ലെന്ന് പറഞ്ഞിട്ട് ഷുലാങ്ങിനെ വിളിച്ച് അകത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് പോയി കാര്യം എന്താണെന്ന് സംസാരിക്കുമ്പോൾ ഷുലാങ് ആണെങ്കിൽ ഞാനിപ്പോൾ തന്നെ ആ ഒരു ഫാർമ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തതല്ലേ, പിന്നെ നീ എന്തിനാണ് വീണ്ടും എൻ്റെ പ്രൊഫസറിനെ ഇങ്ങനെ ഒരു ശല്യം ചെയ്യുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഫാൻഷിയാവാണെങ്കിൽ ആ ഒരു പ്രൊഫസറിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. അത് കാരണം അയാളിപ്പോൾ പെട്ടിരിക്കുന്നുണ്ട്, ഒരുപാട് പൈസയുടെ നഷ്ടവും കാര്യങ്ങളും വരുന്നുണ്ട്. അത് മാത്രമല്ല ഇതിൻ്റെ ആ ഒരു ഷോക്കിലായിരിക്കും അയാൾ സ്റ്റെയർ ചെയ്യുന്ന വേണ്ടിയിട്ട് ഇപ്പോൾ കാല് ഫ്രാക്ചറായി ഇരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം തന്നെ പറയുമ്പോൾ അയാളുടെ കാല് ഫ്രാക്ചറായി എന്നെ ഞാനെന്ത് ചെയ്യാനാ, നീ അതിന് എന്നതിന് കുറ്റം പറയാനായിട്ട് പോവാണോ, അയാൾ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടാത്ത ചെയ്തു, അതുകൊണ്ട് ഞാൻ കേസ് ഫയൽ ചെയ്തു, അത്രേ ഉള്ളൂ. പിന്നെ നിനക്ക് തന്നെ നന്നായിട്ട് അറിയാം, നീയാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ ഉറപ്പായിട്ട് ആ ഒരു കേസ് ഞാൻ പിൻവലിച്ച് കളയും, പക്ഷേ നീ എൻ്റെ കൂടെ ഉണ്ടാവണം, നമ്മൾ രണ്ടുപേരും പരസ്പരം ഇപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു, അതൊക്കെ നമുക്ക് വിട്ട് കളഞ്ഞേക്കാം, എന്ത് പണിഷ്മെൻറ്റാണോ നീ എനിക്ക് തന്നു, പക്ഷേ നീ എൻ്റെ ലൈഫിൽ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. ഷുലാങ് അപ്പോൾ വീണ്ടും ആ ഒരു കേസിൻ്റെ നേരെ സംസാരിച്ച് തുടങ്ങുന്നുണ്ട്. നീയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഇങ്ങനെ ചെയ്തതിനൊക്കെ എന്ത് കിട്ടാനെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അയാൾ ചെയ്ത തെറ്റാണ്, അയാളെനിക്ക് കോമ്പൻസേഷൻ തരേണ്ടതാണ്, ഞാൻ പുറത്തുനിന്ന് ഒരാളാണെങ്കിലും അയാളാണെങ്കിൽ ഒരു പ്രോജക്റ്റ് സമ്മതിക്കുമ്പോൾ തന്നെ പറഞ്ഞ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, പക്ഷേ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എനിക്ക് കേസ് കൊടുക്കാൻ അവകാശമുണ്ടെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ഷുലാങ് എങ്ങാനും പ്രൊഫസർ ജയിലിൽ പോയി കഴിഞ്ഞാൽ തുടങ്ങി വെച്ച പ്രോജക്റ്റ് മൊത്തത്തിൽ നശിച്ചു, ഒരുപാട് ക്യാഷ് ഇത് നഷ്ടം വരും, നിനക്കതൊക്കെ അറിയാമെന്നുള്ളതല്ലേ എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ ഇനിയിപ്പോൾ വേറൊന്നും നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ഷുലാങ് അപ്പോൾ ഒരു 3 മാസം ടൈം താ, അതിനുള്ളിൽ തന്നെ ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ മുക്കാലും എത്തിക്കും, ഒപ്റ്റിമൈസേഷൻ വരെ എത്തിച്ചിരിക്കും എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഫാൻഷിയാവ് ഷുലാങ്ങിനോട് പറയുന്നുണ്ട്, ഈ ഒരു പ്രോജക്റ്റിനെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം, ഓരോ പ്രോസസ്സും എന്തുമാത്രം ടൈം എടുക്കുമെന്ന് പറയാം, അതുകൊണ്ട് തന്നെ 3 മാസം കൊണ്ട് നിങ്ങളെ കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റത്തില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറയുമ്പോൾ ഷുലാങ് ആണെങ്കിൽ നീ എനിക്ക് ഒരു റിക്വസ്റ്റും കൂടെ സാധിച്ചു തരാമെന്ന് മുമ്പ് പറഞ്ഞിട്ടില്ലേ, ആ റിക്വസ്റ്റ് ഞാൻ ഇപ്പോൾ ഇതായിട്ട് ചോദിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. മുമ്പ് ഇവർ ബോയ് ഫ്രണ്ട്സ് ആയിരിക്കുന്ന ടൈമിന് ഈ ഒരു ഡ്രസ്സ് ഇൻറ്റിമേറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഷുലാങ് ഫാൻഷിയാവോ എന്തൊക്കെ തന്നെ ചെയ്താലും സാരമില്ല കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നതുകൊണ്ട് തന്നെ നീ എൻ്റെ അടുത്ത് എൻ്റെ സ്നേഹത്തിലാണ് പെരുമാറുന്നത്, അതുകൊണ്ട് ഞാൻ പകരമായിട്ട് നീ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ നിനക്ക് ചെയ്തു തന്നിരിക്കുമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ ഷുലാങ് പറയുന്നത്, നീ അന്ന് എനിക്ക് അങ്ങനെ ഒരു പ്രോമിസ് തന്നു, സോ ആ ഒരു റിക്വസ്റ്റ് ആയിട്ട് ഞാൻ ചോദിക്കുകയാണ്, നീ ഇപ്പോൾ ആ ഒരു കേസ് ഒന്നും ചെയ്യാൻ നിൽക്കരുത്, പിൻവലിക്കണം, ഒന്ന് ബാക്ക് ഔട്ട് ചെയ്യണം, ഒരു 3 മാസം ടൈം താ, പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ ചെയ്ത് എത്തിച്ചിരിക്കുമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ ഫാൻഷിയാവോ ഓക്കെ ഞാൻ തന്നെ വിശ്വസിക്കുന്നു, 3 മാസം ടൈം തരാമെന്ന് പറയുന്നുണ്ട്. ഷുലാങ് ഉടനെ തന്നെ പുറത്തേക്ക് ഇറങ്ങാണ്.
ശേഷമാണ് ആ ഒരു ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതും പ്രൊഫസറിനെ കോൾ ചെയ്തിട്ട് പ്രൊഫസർ ഇതുപോലെ നമുക്ക് 3 മാസം ടൈം കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ പ്രൊഫസർ പക്ഷേ നമ്മളോട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നവരെല്ലാവരും തന്നെ ഈ ഒരു കേസ് വന്നപ്പോഴേ ഇവിടെ നിന്ന് പോയി. എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല, നമ്മളെ കൊണ്ട് 3 മാസം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നീ ഒരു കാര്യം ചെയ്യ്, എന്നെ ഒന്ന് ഇവിടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. യുലാങ് അങ്ങനെ വീണ്ടും ഓക്കെ പ്രൊഫസർ ഞാൻ അവിടെ ഒന്ന് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ അപ്പോഴാണ് നമ്മളൊരു കാര്യം കാണിക്കുന്നത്. ആക്ച്വലി ഇവൻ്റെ പ്രൊഫസർ ഇപ്പോൾ ഫാൻഷായുടെ ഓഫീസിൽ ഇരിപ്പുണ്ട്. ഇയാളും ഫാൻഷായും കൂടെ ഒരുമിച്ച് ചെയ്തൊരു പ്ലാൻ ആയിരുന്നു, വേറൊന്നും കൊണ്ടല്ല. യുലാങ്ങിനെ തിരിച്ച് ഇവിടെ ഒന്ന് വർക്ക് ചെയ്യാനായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. മോശം ഉദ്ദേശമൊന്നുമല്ല, ജസ്റ്റ് ഫാൻഷിയാവും ഇങ്ങനെയൊക്കെ ചെയ്താലേ ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്തെങ്കിലും ഷുലാങ് വാശി കാണിച്ച് വർക്ക് ചെയ്യാനായിട്ട് നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് മനഃപൂർവ്വം തന്നെയാണ് ഫാൻഷിയാവ് കേസ് കൊടുത്തു അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു പ്രൊഫസറിനെ കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ട് ഇങ്ങനെ ഒരു പരിപാടി ഒപ്പിച്ചത്. ഓൾ കെട്ടിയുമ്പോൾ തന്നെ പ്രൊഫസർ ആണെങ്കിൽ എനിക്ക് എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് തന്നെ അഭിനയിക്കേണ്ട സിറ്റുവേഷൻ വന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് തന്നെ ഇവിടെ എൻഡ് ആവുകയാണ്. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ഇട്ടുന്നത് വരെ ബൈ.